പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തരംഗമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഒരു തരംഗമായി മാറും. തികച്ചും ഏകപക്ഷീയമായിട്ടുള്ളൊരു മത്സരം പാലക്കാട് സംഭവിക്കും എന്ന് നാം വിലയിരുത്തിയിരുന്നതാണ്. എന്നാൽ പിന്നീട് പി സരിൻ്റെ രംഗപ്രവേശം ഉണ്ടാകുന്നു. അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മാറുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഒട്ടേറെ കോലാഹലങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയസാധ്യതയെ ബാധിക്കുമോ എന്ന നിലയിൽ ചർച്ചകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ റിസൾട്ട് പുറത്തു വരുമ്പോൾ, വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ കൃത്യമായി പറയാൻ കഴിയുന്നു പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പ്രഭാവം സംഭവിച്ചിരിക്കുന്നു എന്ന്. എന്താണ് യഥാർത്ഥത്തിൽ പാലക്കാട് സംഭവിച്ചത്, എന്തായിരുന്നു പാലക്കാടിൻ്റെ യഥാർത്ഥത്തിലുള്ള ചിത്രം എന്ന് ഈ സമയത്ത് നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഈ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരത്തിനെത്തുമ്പോൾ തികച്ചും ഏകപക്ഷീയമായിരുന്നു. നമുക്കറിയാമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ തന്നെ അവിടെ ഒരു ഉറച്ച വിജയമുണ്ടായിരുന്നു. കാരണം രാഹുൽ ഒരു പാൻ കേരള രാഷ്ട്രീയ നേതാവായി ഉദയം ചെയ്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പാലക്കാട്. UDFനും കോൺഗ്രസിനും ഒരു ഭാവി വാഗ്ദാനമായിട്ട് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് ഉദിച്ച് ഉയരുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ ഇത് മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമങ്ങളും ഇടതുപക്ഷ കൂട്ടായ്മകളും ഒക്കെ ചേർന്ന്, അതുപോലെ തന്നെ സംഘപരിവാറും ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറെ പിന്നോട്ടടിക്കുന്ന രീതിയിൽ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തെ ബാധിക്കുന്ന രീതിയിലുള്ള കെട്ടിച്ചമക്കുന്ന ഒട്ടേറെ വാർത്തകൾ സൃഷ്ടിച്ചെടുക്കാൻ പാലക്കാട് ശ്രമിക്കുന്നത്. അതിൽ മാധ്യമപ്രവർത്തകർക്കും വലിയ പങ്കുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും ഒരു കാര്യം ഇപ്പോൾ പറയാൻ കഴിയും, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ, വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ BJP മുന്നേറ്റം നടത്തും എന്ന് പ്രതീക്ഷിച്ച പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു മുന്നേറ്റമാണ് കാണുന്നത്. കാരണം നമുക്കറിയാം, ഈ BJPയിൽ നിന്ന് വോട്ടുകൾ, കോൺഗ്രസിൽ നിന്ന് വോട്ടുകൾ BJPയിലേക്ക് പോകുന്നു എന്നും കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് BJP പിടിച്ചെടുക്കുന്നതെന്നും നാം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ അതിന് മാറ്റമുണ്ടായിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലൂടെ പാലക്കാട് BJPയിൽ നിന്നുള്ള വോട്ടുകൾ കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ കാര്യമാണ്. കാരണം BJPയെ പിടിച്ചുകെട്ടാൻ പാലക്കാട് വലിയ വിജയമാണ് BJP പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ, വോട്ടെടുപ്പ് കഴിഞ്ഞ അന്ന് തന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾക്ക് മികച്ച വിജയം പാലക്കാട് ഉണ്ടാകുമെന്നാണ്. എന്നാൽ അതെല്ലാം തന്നെ അസ്ഥാനത്തായിരിക്കുന്നു. കോൺഗ്രസ് മികച്ച മുന്നേറ്റം നടത്തിയിരിക്കുന്നു. ഷാഫി പറമ്പിലിൻ്റെയും VK ശ്രീകണ്ഠൻ MPയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ചിട്ടയായിട്ടുള്ള പ്രവർത്തനമാണ് ഈ നിലയിലുള്ള ഒരു വിജയത്തിലേക്ക് എത്തിയത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അവിടുത്തെ UDFൻ്റെ നേതൃത്വം വളരെ കൃത്യമായി പ്രവർത്തിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു പുതിയ നേതാവിൻ്റെ ഉദയമാണ് പാലക്കാട് സംഭവിച്ചിരിക്കുന്നത്. ഇത് തികച്ചും ഏകപക്ഷീയമായൊരു മത്സരം നടക്കുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടായപ്പോൾ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇടതുപക്ഷവും സംഘപരിവാറുമെല്ലാം ചേർന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വ്യക്തിഹത്യ നടത്തുവാൻ, പ്രതിരോധത്തിലാക്കുവാനുള്ള ശ്രമം നടത്തിയെങ്കിലും അതെല്ലാം ഒരു പാഴ്വേലയായി മാറിയിരിക്കുന്നു. വലിയ മുന്നേറ്റം കോൺഗ്രസ് പാലക്കാട് നടത്തിയിരിക്കുന്നു. ചരിത്രത്തിലാദ്യമായി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് നേടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. 10,000-ന് മുകളിലുള്ള ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു വരുന്ന കാഴ്ച ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പേ പ്രവചിക്കപ്പെട്ടതാണ്. അദ്ദേഹത്തിനെതിരെ നിരവധി, ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി ഏറ്റവും അധികം വ്യക്തിഹത്യക്ക് വിധേയമായിട്ടുള്ളത് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും. അദ്ദേഹത്തിന് പാലക്കാട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, UDF പാരമ്പര്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. അപ്പോൾ വലിയ വിജയ സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിന് യഥാർത്ഥത്തിലുണ്ടായിരുന്നു. എന്നാൽ അതിനെയെല്ലാം തകിടം മറിക്കുന്ന, അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രചാരവേലകൾ സംഘടിപ്പിച്ചുകൊണ്ട് UDFനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും പ്രതിരോധത്തിലാക്കാനുള്ള സംഘപരിവാറിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ശ്രമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട്, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും UDFും വിജയിച്ച് കയറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. 10,000-ന് മുകളിലുള്ള ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും UDFും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഒരുപക്ഷേ ഒരു പാൻ കേരള നേതാവായി കോൺഗ്രസിൽ ഒരു പുതിയ നേതാവ് കോൺഗ്രസിന് വേണ്ടി കേരളത്തിൽ ഉദയം ചെയ്തിരിക്കുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൂടെ. അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പാലക്കാട് രാഹുൽ തരംഗം ആഞ്ഞടിച്ചിരിക്കുന്നു.